ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിനേറെ നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് ഇന്നത്തെ കൃപയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. കൃപയുടെ വലിയൊരു അനുഗ്രഹം ഒഴുകാൻ വേണ്ടി കർത്താവിൻ്റെ വചനം, കൃപയുടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നിറയ്ക്കാം. ആത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നമ്മൾ സംഭവിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയാകുകയില്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുമോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങളതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തുവെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ പിറുപിറുക്കുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ വചനത്തിൻ്റെ തലക്കെട്ട് ദൈവാരാധനയിലെ അപാകതകൾ എന്നാണ്. ദൈവാരാധനയിലെ അപാകതകൾ. റോമാലേഖനം 12:1-2-3 വചനം. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് അർപ്പിക്കുവിൻ. അതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ആരാധനകളിലെ അപാകതകൾ നമ്മൾ തിരിച്ചറിയണം. അപാകതകൾ ഇവിടെ പറയുന്നത് വളരെ ഗൗരവമേറിയതാണ്. ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന ബലിവസ്തുക്കൾ അത് വിശുദ്ധമായിരിക്കണം. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ ഈ വചനം മലിനമായത് അവർ സമർപ്പിക്കുന്നു, മുടന്തുള്ളതിനെ സമർപ്പിക്കുന്നു, തിന്മ അത് പറഞ്ഞ് നിങ്ങൾ ബലിപീഠത്തെ നിങ്ങൾ നിന്ദിക്കുന്നു, വില കൊടുക്കുന്നില്ല. വലിയൊരു വചനമാണ്. ദൈവകൽപ്പനയിലെ 2-ാമത്തെ കൽപ്പന, കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനമാണ്. അതിൽ 2-ാമത്തെ വചനം പറയുക, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമാണ്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. ദൈവമക്കൾ, ഇന്ന് പലപ്പോഴും ദൈവാരാധനയിൽ മാലിന്യം കലരുന്നു, തിന്മ കലരുന്നു. പാപാവസ്ഥയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുക, അല്ലെങ്കിൽ പാപാവസ്ഥയോടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുക, വേണ്ടത്ര ഒരുക്കമില്ലാതെ പശ്ചാത്താപമില്ലാത്ത കുമ്പസാരങ്ങൾ, അനുതാപമില്ലാത്ത കുമ്പസാരങ്ങൾ, പാപബോധമില്ലാത്ത മാനസാന്തരങ്ങൾ, ഉള്ളിൽ പകയും വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടുള്ള ബലിയർപ്പണങ്ങൾ, ആരാധനകൾ, ഇത് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല. അതാണ് നിങ്ങൾ പറയാണ്, അവിടുന്ന് പറയുന്നത്, മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കും. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസാരമെന്നും നിങ്ങൾ കരുതി. എന്നപോലെ ദേവാലയം, ബലിപീഠം
പൗരോഹിത്യം, ദൈവവചനം, സുവിശേഷം, ഇതിനൊക്കെ വില കൊടുക്കണം. അതിന് വില കൊടുക്കാത്തപ്പോൾ ദൈവത്തിൽ നിന്നുള്ള കൃപയൊഴുകില്ല. തകർച്ചകളും അനർത്ഥങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവജനത്തിലേക്ക് വന്നു വീഴും. അതിന് യാതൊരു സംശയമില്ല. ചിലപ്പോൾ വീട്ടിലെ പ്രാർത്ഥന മുറിയിൽ നിന്നുകൊണ്ട് കുടിക്കും, വലിക്കും, തെറി വിളിക്കും. കർത്താവിൻ്റെ അഭിഷിക്തർ വന്ന് വെഞ്ചരിച്ച വീടിനുള്ളിൽ മ്ലേച്ഛ പാപങ്ങൾ കൂട്ടിയിരിക്കും. ബ്ലൂ ഫിലിം, ഫോണോഗ്രാഫിയും, മദ്യപാനവും, പുകവലിയും, മയക്കുമരുന്നും, ലഹരികളും, അശുദ്ധിയും ഒക്കെ, ജപമാലയൊക്കെ കഴുത്തിട്ടുണ്ട്, പറയാൻ കൊള്ളില്ല. വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുക. അതാണ് ഞങ്ങളങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പള്ളി വരുന്നുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കുർബാനയ്ക്ക് വരുന്നു, മുടങ്ങാതെ വരുന്നില്ലേ, ധ്യാനത്തിനൊക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെ എന്താ? ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കണം. ബലിപീഠത്തിനൊന്നാം, അത് നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ബലിപീഠ. ഓരോ ദേവാലയവും അവിടെ അർപ്പിക്കപ്പെടുന്ന ആ ബലിയാലാണത് അതിൻ്റെ വലുപ്പം ഇരിക്കുന്നത്. വലിയ ദേവാലയം എന്തിനു പണിയുന്നു അല്ലെങ്കിൽ വിമർശനങ്ങൾ. ആ ബലി പണിയുന്നത് അവിടെ നടക്കുന്നത് വലിയൊരു ബലിയർപ്പണം നടക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഗാഗുൽത്താമലയിലെ കുരിശില് 3 ആണുകളിൽ കടന്നുകൊണ്ട് പാപപരിഹാര ബലി നടത്തി. ആ ബലിയാണ് തുടരുന്നത്. ആ കർത്താവിൻ്റെ ബലിയാണ് ബലിപീഠത്തിൽ നടക്കുന്നത്, ഒരു ദേവാലയത്തിൽ നടക്കുന്നത്. അതിന് വില കൊടുക്കണം. സാരമില്ലെന്നേ, ഇതൊന്നും വലിയ കാര്യമില്ല. പള്ളിയിലും പള്ളിയുടെ പരിസരങ്ങളിലും ദൈവജനം ചിലപ്പോൾ നടത്തുന്ന ചില പ്രവൃത്തികൾ, അതൊക്കെയാണ് വില കൊടുക്കില്ല. വചനത്തിൽ നിന്നൊക്കെ മാറി എൻ്റെ സൗന്ദര്യം മുഴുവൻ കാണിക്കാനുള്ള സ്ഥലം, ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കാനുള്ള സ്ഥലം, പേരും പെരുമയും കാണിപ്പിക്കാനുള്ള വേദി. ഞാൻ കാശുകാരനാണ്, ജോലിക്കാരനാണ്, വലിയ ആളാണ്, ഇത് കാണിക്കാനുള്ള സ്ഥലം ആയിട്ട് ദേവാലയത്തെയും ബലിപീഠത്തെയും ബലിയുടെ ചുറ്റുപാടുകളെയും ഒക്കെ മാറ്റുമ്പോൾ ദൈവമക്കളെ അവിടെ നമുക്ക് നാശം പതിയിരിപ്പുണ്ട്. ബലിപീഠത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം, സുവിശേഷത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം, കർത്താവിന് കൊടുക്കണം. അത് ഞാനായാലും കൊടുക്കണം, നിങ്ങളും കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. ഇവിടെ പറയാണ്, നിങ്ങളുടെ ബലിയർപ്പണം ദൈവം സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് ഹൃദയത്തിൽ അതുപോലെ വെറുപ്പ് പകയും. മത്തായിയുടെ സുവിശേഷം 5:23, നീ കാഴ്ചയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിന് അരികെ വരുമ്പോൾ നിന്റെ സഹോദരനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. സഹോദരനെ തീർക്കുക. ഇന്ന് പല കുടുംബങ്ങളും ഉണ്ട്. പല സഹോദരൻ്റെ നാശം, സഹോദരങ്ങളുടെ നാശം, അപായപ്പെടുത്തുക. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കും? ഇതാണ് എന്നിട്ടുള്ള പ്രാർത്ഥനകളും നൊയമ്പാചരണങ്ങളൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ ശരിയാകും? ഇത് ചേർന്ന് പോകും. ഇത് തമ്മിൽ ചേരുന്നില്ലല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനകളും നമ്മുടെ ബലിയർപ്പണവും തമ്മിൽ ചേരണം. ഹൃദയവിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി, ദൈവകൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം, അതില്ലാതെ എങ്ങനെയാണ് അഭിഷേകം കിട്ടുക? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-22 വചനം, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം 1 പത്രോസ് 1:15-16 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അതാണ് വേണ്ടത്. വിശുദ്ധി നിറയണം, വിശുദ്ധി ഹൃദയം. അതായത് ദൈവത്തോടുള്ള സ്നേഹാഗ്നിയാൽ ജ്വലിക്കണം. ഈശോയുടെ സ്നേഹം. ഈശോ രൂപം കാണുമ്പോൾ വലിയ ദേഷ്യ, സമയമില്ല, എല്ലാത്തിനും പരാതികളാണ്. പ്രാർത്ഥനയ്ക്കൊക്കെ പരാതി, സമയം കൂടിപ്പോയി, കുർബാന കൂടിപ്പോയി, എല്ലായിടത്തും വേറെ രീതിയിലൊക്കെ ആർഭാടങ്ങൾ, പല ആർഭാടങ്ങൾ, ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തും. പക്ഷേ ക്രിസ്തുവിനെ മറക്കരുത്. വിശുദ്ധിയില്ലാത്ത, പ്രാർത്ഥനയില്ലാതെ, ദൈവവചനാധിഷ്ഠിതമായ ജീവിതമില്ലാതെ
നമുക്കെങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റും? അനാഥരോടും വിധവകളോടും പരദേശിയോടും കരുണ കാണിക്കാതെ, രോഗികളോട് മാതാപിതാക്കളോട് കരുണ കാണിക്കാതെ എങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും? പലപ്പോഴും കാണാം, മാതാപിതാക്കളൊക്കെ പീഡിപ്പിക്കുന്നു, അവരൊക്കെ അവഗണിക്കുന്നു, മക്കളെയൊക്കെ അവഗണിച്ചിട്ട് ചില ബിസിനസിന്റെ പിന്നാലെ ഓട്ടാ, ജീവിത പങ്കാളിയെ പോലും അവഗണിച്ച് പണത്തിന് പിന്നാലെ ഓട്ടാ. പണം കിട്ടിയ പ്രശ്നം തീരുമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവൻ പിശാച. പ്രശ്നം തീരണമെങ്കിൽ ജീവിക്കുന്നൊരു ദൈവം സഭയിലുണ്ട്, ഉദ്ധിതനായ കർത്താവ് സഭയിലുണ്ട്. ആ ദൈവത്തെ നീ കാണണം, അനുഭവിക്കണം. ഈശോ അനുഭവം ഉണ്ടാകണം, ഈശോ സ്വന്തമാക്കണം. എങ്കിലേ നിന്റെ ബന്ധനങ്ങൾ ചങ്ങല അഴിയുന്നു. ഒരുപാട് മക്കൾ നിരവധി ചങ്ങലകളെ ബന്ധിതര, വെറുപ്പിൻ്റെ ചങ്ങല കെട്ടിയിട്ടിരിക്കുന്നു, പകയുടെ ചങ്ങല, മദ്യപാനത്തിൻ്റെ ചങ്ങല, പുകവലിയുടെ ചങ്ങല, അവിഹിത ബന്ധങ്ങളുടെ ചങ്ങല, അശുദ്ധിയുടെ ചങ്ങല, പറയാൻ കൊള്ളില്ലാത്ത പാപങ്ങളുടെ ചങ്ങല, അതിനാളൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്, നിനക്ക് അഭിഷേകം കിട്ടാത്തത്. ഭാര്യയും ഭർത്താവും ചേരില്ല, മക്കള് പറയും, മക്കൾ വഴി വിട്ടുവോ? ഇന്നത്തെ മാതാപിതാക്കൾ ഓർത്തു, ബൈബിളിലൊരു വചനം മുഴുവൻ നിറവേറിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്ന ഒരു വലിയൊരു വചനം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നിറവേറിക്കൊണ്ടിരിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നു. വീടുണ്ട്, ചുറ്റുപാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മക്കൾ കൈപ്പിടിയിലല്ല, മക്കൾ വഴിതെറ്റിപ്പോയി. മക്കളുടെ കുടുംബവും തകർന്നു, മക്കളുടെ ഭാവിയും തകർന്നു. അതാണെന്ന് പല കുടുംബങ്ങൾക്കും പറ്റിയ അവസ്ഥ. കാരണം ഒറ്റ കാരണമുള്ളൂ, മക്കളെ, നിങ്ങൾ ബലിപീഠത്തെ നിന്ദിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചിട്ടുണ്ടോ? ഞായറാഴ്ച അനുഷ്ഠാനം, കർത്താവിൻ്റെ ദിനം, കർത്താവിൻ്റെ ദിവസത്തെ നിങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടോ? കൂദാശ ജീവിതത്തിന് പ്രാതിനിധ്യം, ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അത് മാത്രം നോക്കിയാൽ മതി. സുവിശേഷത്തിന് ഒന്നാം സ്ഥാനം, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം, ദൈവകൽപ്പനകൾക്ക് ഒന്നാം സ്ഥാനം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണമെന്നുള്ള ദൈവകൽപ്പനയ്ക്ക് ഒന്നാം സ്ഥാനം. ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇന്ന് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? പള്ളിയിൽ പോകുന്നു, പലപ്പോഴും ധ്യാനിക്കാൻ പോലും പോകുന്നതാ പണം 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 പണം. ആ പിശാചിനെ, അത് ഈശോ തന്നെ പറഞ്ഞു, ദൈവത്തെ മാമോനെ ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. ഈ വിഗ്രഹം തച്ചുടയപ്പെടാതെ എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ആരും ദൈവത്തെ കാണില്ല. അതിൽ പലർക്കും നിരീശ്വരവാദികളായിട്ട് തരും, അങ്ങനെ ദൈവമൊന്നുമില്ല, വെറും നടയാ, കെട്ടുകഥയാ, യേശു ക്രിസ്തൊക്കെ കെട്ടുകഥയാ, എല്ലാം കെട്ടുകഥ, എല്ലാം കെട്ടുകഥ. അതല്ല, അതിലപ്പുറം പറയും. കാരണം ഉള്ളിലൊരു വലിയൊരു പാറയിരിക്കുമ്പോൾ, അല്ല കണ്ണ് വലിയൊരു തിമിരയിരിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പൗലോസ്ലീഹായുടെ മേൽ അനനിയാസ് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ബൈബിൾ പറയുന്നത് ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അടർന്ന് താഴെ വീണു. അപ്പോഴാണ് അവന് എല്ലാവരെയും കണ്ടത്. ചെതുമ്പല് പോലെ എന്തോ ഒന്ന്. അതെ, ആ ചെതുമ്പൽ എന്താ? ആ ചെതുമ്പലാണ് നമ്മളുടെ ഉള്ളിലൊക്കെ കുറേ ചെതുമ്പൽ കണ്ണുകളുടെ മുമ്പ് ഒരു പാട പിടിച്ചിരിക്കുകയാണേ, തിമിരം പിടിച്ചിരിക്കുക. അതാണ് വ്യഭിചാരം, പണക്കൊതി, അഹങ്കാരം, അഹന്ത, ഞാനെന്ന ഭാവം, വെറുപ്പ്, മദ്യപാനം, പുകവലി, അശുദ്ധി, ഇതെല്ലാം കയറിയിരിക്കുക. അത് മാറണമെങ്കിൽ അനനിയാസ് കൈവെക്കണം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠൻ, കർത്താവ് തിരഞ്ഞെടുത്തവൻ, കർത്താവിൻ്റെ അഭിഷിക്തൻ, ദൈവത്തിൻ്റെ ശിഷ്യൻ, കർത്താവിൻ്റെ ശിഷ്യൻ, അഭിഷേകം കിട്ടിയ അനനിയാസ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, കൈവച്ച് പ്രാർത്ഥിക്കുക അവന് വേണ്ടി. അവനതിനു വേണ്ടി മുട്ടുകുത്തുക. അതിനുവേണ്ടി ആ ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അവൻ 3 ദിവസം വെള്ളം പോലും കുടിച്ചില്ല, ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിച്ചില്ല. അവനെ ഒരുങ്ങിയിരിക്കുകയാണ് അവൻ. അപ്പോഴാണ് അവൻ്റെ മേൽ ആത്മാവ് ഇറങ്ങുന്നത്. ചിലക്ക് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, കൈയും വീശിയേ വന്നിട്ട് അതിലുള്ള നടന്നിട്ട് കുറേ പുകയും വലിച്ചിട്ട് മദ്യപിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ പല കാര്യങ്ങളും, അതിൻ്റെ 10 ഫോൺ വിളിച്ചിട്ട് ഓടി, അച്ഛ ഒന്ന് തലേ കൈ വെക്കണേ. ആ സമയത്തൊന്നും ഈ ആത്മാവ് ഇറങ്ങിയല്ല, ഈ തിമിര മാറിയല്ല. കർത്താവിൻ്റെ, അതാണ് നീ വില കൊടുക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വില കൊടുക്കുന്നില്ല. ബലിപീഠത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ നിന്ദിച്ചത്, ഞങ്ങൾ എങ്ങനെയാ മലിനമാക്കിയത്, ഞങ്ങൾ എങ്ങനെയാ അശുദ്ധമാക്കുന്നത് ചോദിക്കുക. ഇങ്ങനെ അശുദ്ധമാക്കിയത്
കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ കാണാം, പല പരിപാടികളുടെ ഇടയിൽ ഒരു പരിപാടിയാണ് പ്രാർത്ഥന. അങ്ങനെ വന്നാൽ ദൈവം പ്രവർത്തിക്കണം. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുക. അവൻ ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാതെ 3 ദിനം ഉപവസിക്കണം. എന്നിട്ട് അനന്യാസിൻ്റെ അടുക്കൽ ചെന്ന് അനന്യാസെ പ്രാർത്ഥിക്കണം. അനന്യാസ് കൈവെക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ ഒന്ന് താഴെ വീണു. കണ്ണു തുറന്നു. അവൻ ക്രിസ്തുവിനെ കണ്ടു, ദൈവത്തെ കണ്ടു. അവൻ സാക്ഷിയായി. അവനെല്ലാം മാറി. അവൻ മുഴുവൻ മാറി. അവൻ സഭയെ പീഡിപ്പിക്കാനും സഭയെ മുഴുവൻ തീർക്കാനും അനേകം ക്രിസ്തു വിശ്വാസികളെ ബന്ധിച്ച് പൂട്ടി അവരെ ജയിലിലടയ്ക്കാനും വേണ്ടി പോയവനതേ നേരെ തിരിഞ്ഞ് യേശു രക്ഷകൻ, യേശു ദൈവിക്കുന്ന ദൈവം ഉണ്ട് കേട്ടോ. നമ്മൾക്ക് തെറ്റുപറ്റി, നമുക്കാ തെറ്റുപറ്റിയത്, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. നമ്മൾ പലർക്കും എനിക്ക് തെറ്റുപറ്റിയില്ല എന്ന് പറയുന്ന കാരണം ഞാൻ കറക്റ്റാണ് ഒത്തിരി പേര് പറയാറുണ്ട്. ഐ എം ഓൺ ദ റൈറ്റ് ലൈൻ. എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. ഏത് മനസ്സാക്ഷി? ദൈവത്തിൻ്റെ മനസ്സാക്ഷിയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ നിൻ്റെ മനസ്സ് നിന്നെ കളിപ്പിക്കാറുണ്ട്. എത്രയോ മനുഷ്യരുടെ മനസ്സ് അവനെ ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് വിവാഹത്തിൻ്റെ മുമ്പ് മാതാപിതാക്കളെല്ലാം ഉപേക്ഷിച്ച്, സഭയെ ഉപേക്ഷിച്ച് കല്യാണം നടത്തിയപ്പോൾ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചോ എനിക്ക് ശരിയെന്ന് തോന്നുന്നതിൻ്റെ പിന്നിൽ ഞാൻ പോകും എന്ന് പോയിട്ട് എത്ര എണ്ണത്തിനാണ് ഇന്ന് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇഷ്ടംപോലെ അണക്കരയിൽ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കാണുന്ന കാര്യമാണ്. ഇങ്ങനെ ഇപ്പം വരുന്ന ഡിവോഴ്സ് കേസിലെ 90% ഇങ്ങനെ പോയ പിള്ളേരാ. ആരും വേണ്ട, അപ്പനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞ് ഓടി വരുതേ ഒരൊറ്റ ഓട്ടോ കൂടി. അങ്ങേ നിന്നപ്പോഴാണ് അവൻ ചതിയനാണെന്ന് മനസ്സിലായി. ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റും. അവൻ ചതിയനാണോ, അവൾ ചതിയാണോ, അവളോട് ജീവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ പിടികിട്ടില്ല, ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അഭിഷേകമുണ്ടെങ്കിൽ ഒരുവനെ കാണുമ്പോൾ അറിയാം ഇവൻ എനിക്ക് യോജിച്ച ജീവിത പങ്കാളിയാണോ. അത് പരിശുദ്ധാത്മാവ് വേണം, അല്ലാണ്ടൊന്നും കിട്ടില്ല. ബുദ്ധിയാണ്. പലപ്പോഴും മനുഷ്യൻ ബുദ്ധി ചിന്തിച്ചിട്ട് പറയും, ഓ ഇത് കറക്റ്റാ, ശരിയാ, 100% ശരിയാ, പക്ഷേ വെറുതെയാ, എല്ലാം തെറ്റിപ്പോയി ജീവിതത്തിലല്ലേ. ആയിരക്കണക്കിന് ആളുകളും കൺവെൻഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയവരുടെ ഗണമായത്. അവർ ബുദ്ധി കൊണ്ട് കണക്കൂട്ടിട്ട് തെറ്റിപ്പോയി. എന്നിട്ട് വരിക പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുദപിക്കുക, പശ്ചാത്തലം. അതുകൊണ്ട് ദൈവസന്നിധിയിലോട്ട് അടുക്കുമ്പോൾ ഹൃദയവിശുദ്ധി ആവശ്യമാണ്, എളിമ ആവശ്യമാണ്, ആ സത്യസന്ധത ആവശ്യം. അതുകൊണ്ട് ബലിപീഠം, കർത്താവിൻ്റെ ബലിപീഠം, സുവിശേഷം, അഭിഷേകം, കർത്താവിൻ്റെ പ്രവർത്തനം, എല്ലാത്തിനും വില കൊടുക്കുക. നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതാണ് മോശയോടുള്ള ആദ്യത്തെ വാക്കഥ. മോശയെ അടുത്തോട്ട് വരുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചു തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ്, മോശേ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധ, അത് നീ ഒരിക്കലും മറന്നേക്കരുത്. ചെരുപ്പൂരി അവൻ അത് മറന്നേക്കരുത്. ഇത് മറന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം നിന്നെ മറക്കും. ദൈവം മറക്കുന്ന അനുഭവം ഉണ്ടാകും. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെയാണ് വിളിയുടെ ആരംഭം. മോശ അന്ന് മുതൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയാണ് അവൻ ശ്രമിച്ചത്. അങ്ങനെ നിൽക്കുമ്പോൾ അനുഗ്രഹം കിട്ടി. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണയും കൃപയും ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും ഓരോ മകളുടെ മേലുള്ള സാത്താൻ്റെ ചങ്ങലകൾ, ചെതുമ്പലുകൾ, അവിശ്വാസത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോയിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ മക്കളുടെ കണ്ണുനീരുകളിലും സങ്കടങ്ങളിലും കർത്താവെ നീ ഇപ്പം തന്നെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ആരാധനയിൽ തീഷ്ണമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മളോട് അതിരറ്റ കരുണ കാണിക്കും എന്ന് വിശ്വസിക്കുക. ദേവാലയത്തോടും ബലിപീഠത്തോടും അതിരറ്റ ബഹുമാനം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈ ബോധ്യം എപ്പോൾ മാറുന്നോ അന്ന് നീ താഴെ പോകും, അന്ന് നിൻ്റെ അധപ്പതനം ഉണ്ടാകും. അതാണ് ദൈവസന്നിധി ഒരുപാട് പേര് താഴെ വീണത് അങ്ങനെയാണ്. ഒറ്റ കാരണം, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ദൈവസന്നിധിയിലാണ്. നീ ഭയത്തോടും വിറയലോടും ഭക്തിയോടും വിശുദ്ധിയോടും എളിമയോടും അനുസരണത്തോടും കൂടെ അവിടെ മുമ്പിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ?
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റെടുക്കണമേ യേശുവേ, ഏറ്റെടുക്കണമേ. പകർച്ചകൾ ഏറ്റെടുക്കണമേ, വേദനകൾ ഏറ്റെടുക്കണമേ, പകർച്ചകൾ ഏറ്റെടുക്കണമേ, കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ, വൈശാസിക പീഡകൾ കിടന്ന മക്കളെ ഏറ്റെടുക്കണമേ, മുറിവേറ്റ മക്കളെ ഏറ്റെടുക്കണമേ, മക്കളെ ഏറ്റെടുക്കണമേ, മാതാപിതാക്കളെ ഏറ്റെടുക്കണം, ജീവിത പങ്കാളി ഏറ്റെടുക്കണം, സഭയെ ഏറ്റെടുക്കണമേ, മുറിവേറ്റ വൈദികരെ ഏറ്റെടുക്കണം, മുറിവേറ്റ സിസ്റ്റേഴ്സിനെ ഏറ്റെടുക്കണം, ആരോരും ഇല്ലാത്ത മക്കളെ ഏറ്റെടുക്കണം, അനാഥരെ ഏറ്റെടുക്കണം, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരെ ഏറ്റെടുക്കണം, സാത്താന്റെ പിടിയിൽ അമർന്നു കഴിയുന്ന മക്കളെ ഏറ്റെടുക്കണം, കുരിശിലേറ്റ് ഏറ്റെടുക്കണമേ, മുറിവിൽ ഏറ്റെടുക്കണം, ഹൃദയത്തിൽ ഏറ്റെടുക്കണം, ചോരയിലോട്ട് ഏറ്റെടുക്കണം, കുരിശിലോട്ട് ഏറ്റെടുക്കണം, പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് ഏറ്റെടുക്കണം, അഭിഷേകത്തിന് വേണ്ടി ഏറ്റെടുക്കണം, കരുണയായിരിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണം, അഴിക്കണം കർത്താവ്, സാത്താന്റെ പീഡയിൽ മക്കളെ മോചിപ്പിക്കണം, തിരുവോസ്തിയിൽ ഞങ്ങൾ കൈകൾ നീട്ടണം കർത്താവ്, ഓരോ കുടുംബത്തിനുമേലും കൈകൾ നീട്ടണം, മാതാപിതാക്കളുടെ മേൽ കൈകൾ നീട്ടണം, ഞങ്ങളുടെ മക്കളുടെ മേൽ കൈ നീട്ടണം, യുവതി യുവാക്കളുടെ മേൽ കൈകൾ നീട്ടണം, പങ്കാളിയുടെ മേൽ കൈകൾ നീട്ടണം, സഭയുടെ മേൽ കൈകൾ നീട്ടണം, ഓരോ ശുശ്രൂഷകന്റെ മേലും കൈ നീട്ടണം, അഭിഷേകം ഒഴുക്കി കൊടുക്കണം, പടുതിൽ നിന്ന് അഭിഷേകം ഒഴുക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശരീരത്തിലൂടെ ശക്തി കൊടുക്കും, ഓരോ കുടുംബത്തിലും സംഭവിക്കട്ടെ. തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ നീങ്ങട്ടെ, ഹാർട്ട് സംബന്ധ രോഗം മാറട്ടെ, ഓട്ടിസം ഹൈപ്പർ ആക്റ്റീവ് രോഗം മാറട്ടെ, പാപശക്തികൾ വിട്ടുപോകും, വൈശാസിക ബന്ധനം വിട്ടു, തടസ്സങ്ങളെല്ലാം മാറിപ്പോ, അന്ധകാരം മുഴുവൻ നിറയട്ടെ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.